ഭിന്നശേഷി സംഘടന, ഞാൻ സംസ്ഥാന ഭാരവാഹിയായിരിക്കുന്ന ഒരു സംഘടനയിലെ ഒരു പ്രവർത്തകയായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഷീജയെ കാണുന്നത്. ഒരു സംഘടനാ പ്രവർത്തനത്തിന്റെ പരിമിതികളിൽ നിന്ന് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അതിലുപരിയായിട്ട് എല്ലാവരെയും സഹായിക്കാനുള്ള, തന്നെ പോലെ സമൂഹത്തിൽ കഷ്ടത അനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന, ഇല്ലായ്മ അനുഭവിക്കുന്ന, ദുഃഖം അനുഭവിക്കുന്ന സഹോദരങ്ങളെ കണ്ടെത്താനും അവരെ പരമാവധി സഹായിക്കാനും വേണ്ടി ഷീജ ആരംഭിച്ച ഒരു സംഘടനയാണ് സ്നേഹസാന്ദ്രം ചാരിറ്റബിൾ ട്രസ്റ്റ്. സംസ്ഥാന ഭിന്നശേഷി പല പരിപാടികളിലും പങ്കെടുക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ നിങ്ങളെ കാണാനുള്ള സന്ദർഭം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഷീജയുടെ ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധമായ ആശംസകളും ഹൃദയപൂർവ്വം നിർത്തിയെടുത്തതെന്ന് ഞാൻ തുടങ്ങാമെന്നാണ്. അദ്ദേഹം അവസാനം പറഞ്ഞത് നമ്മുടെ ദൈവങ്ങൾക്കൊന്നും പണത്തിന്റെ ആവശ്യമില്ല എന്നുള്ളൊരു കാര്യമാണ്. നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത് നമ്മുടെ ഈ പ്രപഞ്ചത്തെയും സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സൂര്യനെയും ചന്ദ്രനെയും കോടികളും ആയിരങ്ങളും ഒന്നും ആവശ്യമില്ല എന്നുള്ളത് വാസ്തവമാണ്. ബൈബിളിൽ ഒരു കഥയുണ്ട്. യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരെ ഉപദേശിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരുന്നവർ ആരാണ് എന്ന്. ആ ഒരു ഉപമ ഇങ്ങനെയായിരുന്നു: എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിപ്പാൻ തന്നു, എനിക്ക് ദാഹിച്ചു. അപ്പോൾ ദൈവം പറയും, ഈ എന്റെ എളിയ സഹോദരന്മാരിൽ ഒരാൾക്ക് നിങ്ങൾ ഇത് ചെയ്തപ്പോൾ അതെല്ലാം എനിക്കാകുന്നു ചെയ്തത്. തീർച്ചയായിട്ടും ഏറ്റവും വലിയ ദൈവ ആരാധന എന്ന് പറയുന്നത്, സൽപ്രവൃത്തി എന്ന് പറയുന്നത്, പുണ്യപ്രവൃത്തി എന്ന് പറയുന്നത് നമ്മുടെ സമൂഹം അണിനിരത്തിയിരിക്കുന്നതും ഈ പരിപാടികൾ നടത്തുന്നതും സ്നേഹ സാന്ദ്രം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിലാണ്. അതിന് നേതൃത്വം കൊടുക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കൃഷിക്കാരായ കുട്ടികളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുക എന്നത് ലോകത്ത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള, കഷ്ടപ്പാട് നിറഞ്ഞ കുട്ടികളുടെ ജീവിതത്തെക്കുറിച്ചായിരുന്നു. അത് കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു പുസ്തകം ഞാനിപ്പോൾ KP ജയചന്ദ്രൻ സാറിന് സുഭാഷിതങ്ങൾ എന്ന പേരിൽ അദ്ദേഹം നമ്മൾ ഓട്ടിസം ബാധിച്ച ഒരു കുട്ടിയെ എടുത്താൽ അവര് അഗ്രസീവായിരിക്കും. ഈ വേറെ ഏതെങ്കിലും മേഖല, ഒടുവിൽ ഓട്ടിസം ബാധിച്ച കുട്ടിക്ക് ചിത്രരചനയിലായിരിക്കും വലിയ താല്പര്യം, അല്ലെങ്കിൽ പാട്ട് പാടുന്നതിലായിരിക്കും, അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു മേഖലയിൽ അവർക്ക് നമ്മളെക്കാളൊക്കെ വലിയ ശേഷി ഉണ്ടായിരിക്കും. ആ ശേഷി കണ്ടെത്തുന്നതിലാണ് രക്ഷിതാക്കളുടെയും അവരുടെ വെൽവിഷേഴ്സിന്റെയും വലിയ കഴിവുകൾ കണ്ടെത്തേണ്ടത്. ഷീജ അമ്മമാരെയും അച്ഛന്മാരെയും എല്ലാം അതിൽ സഹായിക്കാൻ ബഹുമാനപ്പെട്ട നമ്മുടെ സ്ഥാനാർത്ഥി, എൻ്റെ ഗുരുനാഥൻ കൂടിയായ ശ്രീ പന്ന്യൻ രവീന്ദ്രൻ അവർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. സംഘത്തിന് കടിഞ്ഞാണിടാൻ ആഗ്രഹിക്കുന്നു. ബഹുമാനപ്പെട്ട പന്ന്യന് ഈ വേദിയിലേക്കും സദസ്സിലേക്കും ആദരപൂർവമായ സ്വാഗതം, സുസ്വാഗതം. ബഹുമാനപ്പെട്ട പന്ന്യനെ കൂടി പറ്റി ഒരു വാക്ക് പറയാൻ ഞാൻ ഈ വേദിയിൽ ആഗ്രഹിക്കുകയാണ്. തൻ്റെ ജീവിതം വളരെ ചെറുപ്പത്തിലെ അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിതം സമൂഹത്തിനായി സമർപ്പിക്കുകയും തിരുവനന്തപുരം അദ്ദേഹത്തിന്റെ ജന്മദേശമായി സ്വീകരിക്കുകയും ചെയ്ത മഹാനായ മനുഷ്യസ്നേഹിയാണ് ശ്രീ പന്ന്യൻ രവീന്ദ്രൻ അവർ. അദ്ദേഹത്തിന്റെ മനുഷ്യരോടുള്ള സ്നേഹമാണ് അദ്ദേഹത്തെ ഈ സ്റ്റേജിൽ ഇപ്പോൾ എത്തിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിന് ആദരപൂർവമായ നമസ്കാരം നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ പ്രസംഗം ഉപസംഹരിക്കുകയാണ്. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്. സ്നേഹനിറഞ്ഞ നമ്മുടെ വേദിയിൽ പ്രോത്സാഹിക്കുന്ന നമ്മുടെ അതിഥികൾ, അതോടൊപ്പം നമ്മുടെ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ഈ സാറ്, പിന്നെ ഇവിടെ സംസാരിക്കുന്ന നമ്മുടെ ഭിന്നശേഷി കുട്ടികളുടെ വ്യക്തികളായിട്ടുള്ളവർ, ഇവിടെ ഒരു മുഖ്യ പ്രഭാഷണമൊന്നും പ്രസക്തിയില്ല. എങ്കിലും ഞാനിപ്പോഴേ ഒരു സമ്മേളനം കഴിഞ്ഞ് വരുമ്പോൾ
ഈ വിഷു ദിനത്തിൽ ഭിന്നശേഷിക്കാരോട് പ്രത്യേകിച്ചൊന്നും പറയാനില്ലെങ്കിലും ഭിന്നശേഷി ഇല്ലാത്തവരോട് എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭിന്നശേഷിക്കാരെ പുച്ഛത്തോടെ നോക്കരുത്, പുച്ഛത്തോടെ ചിന്തിക്കരുത്. അവർക്കൊന്നും കൊടുത്തില്ലെങ്കിലും അവരുടെ ജന്മം മഹത്തരമായിട്ട് കൊണ്ടുപോകുന്ന നമ്മുടെ മാതാപിതാക്കൾ. ഇപ്പൊ ഷീല തന്നെ ഇങ്ങനെ ഒരു സ്ഥാനത്തെത്താൻ കാര്യം ഷീലയുടെ കുഞ്ഞ്. അപ്പൊ ദൈവം സൃഷ്ടിക്കപ്പെടുമ്പോൾ നമ്മൾ കർമ്മഫലമായിട്ടാണ് ജനിക്കുന്നതെങ്കിലും പലപ്പോഴും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ എങ്ങനെ ചിന്തിച്ചാലും തുല്യത വരത്തില്ല. വിഷു എന്നതിൻ്റെ സംസ്കൃതവാക്കിന്റെ അർത്ഥം തന്നെ തുല്യത എന്നാണ്, ഈക്വാളിറ്റി. അപ്പോൾ ഒരിക്കലും ജന്മം കിട്ടുമ്പോൾ ഈക്വാളിറ്റി ആയിട്ട് ആരും ജനിക്കുന്നില്ല. എങ്കിൽ കൂടി ഭിന്നശേഷിക്കാരായിട്ട് വരുന്നവർക്ക് ഒരു പ്രത്യേക പരിഗണന നമുക്ക് കൊടുക്കാൻ സാധിക്കണം. ഞാൻ ആദ്യം പറഞ്ഞ മാതിരി ഇപ്പം നമ്മുടെ അവിടെ വിനയേന്ദ്രൻ നിൽക്കുന്നു. വിനയേന്ദ്രൻ ഒരു മകനേ ഉള്ളൂ. വിനയേന്ദ്രൻ തിരുവനന്തപുരം പട്ടണത്തിനകത്ത് കോവിഡിൻ്റെ കാലം മുതൽ എല്ലാ ദിവസവും തെരുവിലുള്ളവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന ആളാണ്. അദ്ദേഹം ഇതിൻ്റെ ചുക്കാൻ പിടിച്ച് ഈ വേദിയിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുഞ്ഞ് ഭിന്നശേഷി ആയതുകൊണ്ടല്ല, ഭിന്നശേഷിക്കാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈശ്വരീയമായ കാര്യമാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പം ഞാൻ ഒന്നും ദീർഘിപ്പിക്കുന്നില്ല. ഈ ഒരു വേദിയും സദസ്സും ഒക്കെ ഈ ഒന്നുമില്ലാത്തവരെ ചേർത്ത് പിടിക്കുമ്പോൾ അത് ഈശ്വരീയ കർമ്മമാണെന്ന് മാത്രം കരുതുക. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഷീലയ്ക്ക് ഒരു കുഞ്ഞ് അങ്ങനെ ആയതുകൊണ്ടാണ് ഈ ഒരു സംഘടനയ്ക്ക് നേതൃത്വം കൊടുക്കാൻ പറ്റുന്നത്. അപ്പം ദൈവം സൃഷ്ടി എങ്ങനെ നടത്തുമെന്ന് നമുക്ക് അറിയത്തില്ല. പല കാരണങ്ങളാൽ പല രൂപത്തിൽ ഇരിക്കുന്ന ജനങ്ങളെ ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് പോകാനുള്ള സംവിധാനങ്ങൾ ഭരണപക്ഷത്തു കൂടി വരണമെന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ഭിന്നശേഷിക്കാർ എപ്പോഴും ഞാൻ ആഗ്രഹിക്കും ഒരു 5000 രൂപ പെൻഷൻ. ഏതാ ഇദ്ദേഹം MP ആകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ അടുത്ത 2 പേര് കൂടെ മത്സരിക്കുന്നുണ്ട്. എല്ലാ ഭരണകർത്താക്കളോടും പറയാനുള്ളത് 1.5 ലക്ഷം രൂപ പെൻഷന് വേണ്ടി സർക്കാർ ആദ്യം കൊടുക്കുമ്പോൾ ഭിന്നശേഷിയുള്ളവരെയും, ഞാൻ പാലിയേറ്റീവ് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളായതുകൊണ്ട് കിടപ്പ് രോഗികളുടെ കാര്യം എനിക്കറിയാം. ആ കിടപ്പ് രോഗികൾക്ക് വരെ ആരുമില്ലാത്തവർ ഒന്നുമില്ലാത്തവർക്കും ചേർത്ത് പിടിച്ചുള്ള ഭരണ സംവിധാനം വരാതെ ഇവിടെ എന്ത് നടന്നാലും എന്ത് വികസനം നടന്നാലും അത് ധാർമ്മിക വികസനമാകത്തില്ല. ആ ധാർമ്മിക വികസനം എന്ന് പറയുന്നത് തന്നെ അതാണ്. തുല്യതയില്ലെങ്കിൽ കൂടി ആ ഒന്നുമില്ലാത്തവർക്ക് പിച്ചക്കാശ് കൊടുക്കുന്നതിന് പകരം ഈശ്വരന് കൊടുക്കുന്ന ഒരു ദക്ഷിണയായിട്ട് കരുതിക്കൊണ്ട് നമുക്ക് മെമ്മോണ്ടം കൊടുക്കണം. ഇവരൊക്കെ ഉണ്ടല്ലോ, രാഷ്ട്രീയ സംവിധാനത്തിലൂടെ മാത്രമേ മാറ്റങ്ങൾ വരികയുള്ളൂ. ഒരു 5000 രൂപ പെൻഷൻ നമുക്ക് എല്ലാ കിടപ്പ് രോഗികൾക്കും, തീരെ ശേഷിയില്ലാത്തവർക്കും, ഭിന്നശേഷിക്കാർക്കും. അതായത് ഇപ്പൊ ചില കുട്ടികളെ കൊണ്ട് കാണുന്നത് അമ്മയ്ക്ക് കസരയ്ക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. ഇവിടെ അടുത്ത് തന്നെ ഈ ഒരു വാർഡിനടുത്ത് തന്നെ എനിക്കറിയാം 2 കുട്ടികൾ മാനസികമുള്ള വീടൊക്കെ ഉണ്ട്. ആ അമ്മയ്ക്ക് ഒരു ജോലിക്ക് പോകാൻ പറ്റത്തില്ല, അച്ഛൻ കളഞ്ഞിട്ട് പോയി. അപ്പൊ നമുക്ക് ജീവിക്കണ്ടേ? അതിന് നമ്മുടെ ഭരണ സംവിധാനത്തിലുള്ള ഉത്തരവാദിത്തപ്പെട്ടവർക്ക് പങ്കുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഭിന്നശേഷിക്കാരെ ആരും അജ്ഞയോടെ നോക്കരുതെന്നും അവർ നമ്മുടെ ജീവിതത്തിൽ ഈശ്വര തുല്യമായിട്ട് ജനിക്കപ്പെട്ടവരാണെന്നും അവരെ നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് എന്തെങ്കിലും കൊടുക്കാൻ നമുക്ക് സാധിക്കണോ എന്ന് നമ്മൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ട് ഭരണ സംവിധാനത്തിൽ നിന്നും ഈ രീതിയിൽ ഭിന്നശേഷിക്കാരെ, ഒന്നുമില്ലാത്തവര്, ആരോഗ്യമില്ലാത്തവര്, അവരെ കൂടി ഒരു ശ്രദ്ധ വേണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. സരസ്വതി നാവിൽ കൊണ്ട് ഇടപെട്ടിട്ടാണ് മനസ്സ് മനസ്സിലാവേണ്ടത്. എന്തായാലും ലോകത്തിൽ എല്ലാം തികഞ്ഞ ഒരു മനുഷ്യനെയുള്ളൂ സാക്ഷാൽ ശ്രീരാമൻ. മറ്റവരും എല്ലാം തികഞ്ഞ ആളില്ല. ലോകത്തിലെ സകല മനുഷ്യർക്കും എന്തെങ്കിലും ഒരു ഭിന്നതയുണ്ട്. അത് കുട്ടികളെ, നിങ്ങൾ ഭിന്നശേഷിക്കാരാണ് എന്നുകൊണ്ട് ഒരു ഗതിയും വേണ്ട. അങ്ങനെ വരുന്ന കാര്യമേ ഇല്ല. നമ്മൾ എത്ര പാട്ടുകാരുണ്ടാക്കിയ കലറ്, പെൻഷന്റെ കാര്യത്തിൽ മാത്രം നമ്മൾ ഓടുക.
അവർക്ക് സമൂഹത്തിൽ മറ്റുള്ളവർക്ക് ലഭിക്കുന്ന എല്ലാ തരത്തിലുള്ള ആനുകൂല്യവും അവർക്ക് ലഭിക്കണം. ഭിന്നശേഷിക്കാർക്ക് സമൂഹത്തിൽ എല്ലാവർക്കും ലഭിക്കാവുന്ന എല്ലാ ആനുകൂല്യവും ലഭിക്കണം. പെൻഷൻ്റെ മാത്രം ലഭിക്കില്ല. മറ്റവർക്ക് ചിലപ്പം പാവപ്പെട്ട കുടുംബത്തിലെ ഇവർക്ക് മെഡിക്കൽ സൗകര്യം വേണം. അതുപോലെ പ്രധാന ഗ്യാരണ്ടി ഉണ്ടാകും മെഡിക്കൽ. അതുപോലെ തന്നെ അവർക്ക് പഠനത്തിന് ഗ്യാരണ്ടി ഉണ്ടാകും. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒരു കൃത്യമായ ഗ്യാരണ്ടിയാണ് വളരെ പ്രധാനം. പെൻഷൻ അതിനനുസരിച്ച് പെൻഷനാവാം. ആ പെൻഷൻ കാര്യത്തിലും എനിക്ക് യോജിപ്പാവുന്നത്. പക്ഷേ അതിന് പുറമെ ഇതാണ് പ്രശ്നം എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നിങ്ങളൊക്കെ ഒരുമിച്ച് കാണാനും നിങ്ങളുമായി സംസാരിക്കാനും സ്നേഹസാന്ദ്രം ചാരിറ്റബിൾ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ഈ പരിപാടി അർത്ഥവത്താനും ആ പരിപാടികളും നിങ്ങൾ കാണാൻ കഴിഞ്ഞതിൻ്റെ എനിക്കുള്ള സന്തോഷം അറിയിക്കുന്നു. നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ടാകുമെന്ന് ഉറപ്പിച്ച് പറയുവാൻ ആഗ്രഹിക്കുന്നു. നന്ദി, നന്ദി, നന്ദി. അടുത്തതായിട്ട് ഞങ്ങൾ സംസാരിക്കാൻ വേണ്ടി എത്തുന്നത് ടെലിവിഷൻ അവതാരികയും അഭിനേത്രിയുമായിട്ടുള്ള ജയന്തി മാമിനെയാണ്.